ിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് പോർമുഖം തുറന്ന PV അൻവർ MLA മുഖ്യമന്ത്രി തന്നെ ചതിച്ചു, കള്ളനാക്കാൻ ശ്രമിച്ചുവെന്നും PV അൻവർ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ സംശയനിഴലിൽ നിർത്തി അങ്ങേയറ്റം ഡാമേജ് ഉണ്ടാക്കി. അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് PV അൻവർ ആരോപിച്ചു. CPM-ഉം മുഖ്യമന്ത്രിയെ തിരുത്തിയില്ലെന്നും പ്രതിപക്ഷ പാർട്ടിയിലായിരുന്നു എന്നും PV അൻവർ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്താവനയാണ്. അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല. കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു. പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുകയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത്. എന്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം 8 വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ്. DIC തിരിച്ചു കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി വിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന, കോമൺ സെൻസ് ഉള്ള മനസ്സിലാവുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയെ പിതാവിനെ പോലെ സ്നേഹിച്ചെന്ന PV അൻവർ MLA അദ്ദേഹം തികഞ്ഞ സെക്യുലറിസ്റ്റ് എന്ന് കരുതി. കത്തിജ്വലിക്കുന്ന സൂര്യനായിരുന്നു മുഖ്യമന്ത്രി. ആ സൂര്യൻ കെട്ടുപോയി, ഗ്രാഫ് 0 PV അൻവർ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് CM-നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും CM-നോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല CM എന്ന് പറഞ്ഞു. 2021 ഈ ഗവൺമെന്റ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് CM-ന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ്. ഞാനടക്കം CM-ന്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CM-ന്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്ന CM അറിയില്ല. CM ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. CM 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CM-നോട് വെറുപ്പാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിക്കുന്നു എന്ന സൂചനയുമായി PV അൻവർ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയത്തിലെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്. ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു. ഇതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അതാണ് പല കേസുകളും തെളിയാത്തതെന്നും PV അൻവർ ആരോപിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഒരു ഇന്ത്യയിലെ ആധാർ സംസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് പരിശോധിച്ചു. തമിഴ്നാട്ടിൽ, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട്. ഹൈദരാബാദ്, ആന്ധ്ര, ഡൽഹി, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളടുത്തൊക്കെ അന്വേഷിച്ചപ്പം ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല. ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇപ്പത്തെളിയും വിചാരിക്കും. എന്താ തെളിയാത്തത്? ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി ഇവർ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം, പ്രത്യേകിച്ച് യുവാക്കള്, വളർന്നു വരുന്ന തലമുറ, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ്. ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത്. ആരോപണങ്ങൾ ഉയർത്തുന്ന തന്റെ പിന്നിൽ പടച്ചോനെന്ന് PV അൻവർ MLA. ADGP MR അജിത് കുമാർ കുപ്രസിദ്ധനായ ക്രിമിനലാണ്. തനിക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രിയെ വിശ്വസിപ്പിച്ചത് അജിത് കുമാറാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് അജിത് കുമാറിന്റെ സ്ക്രിപ്റ്റാണെന്നും PV അൻവർ ആരോപിച്ചു.
അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും. അപ്പം അദ്ദേഹമാണ് ഈ CM-ന് ഈ കഥാം സ്റ്റോറി എഴുതി കൊടുത്തത്. അതാണ് CM ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. CM ഒന്ന് മലപ്പുറത്ത് വിളിക്കണ്ടേ പാർട്ടി സെക്രട്ടറിയെ, പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ? എന്താണ് ഈ ചങ്ങാതി പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? പോലീസ് അവിടെ നിൽക്കട്ടെ. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിന്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട CM-ന് ഈ പറയുന്ന ADGP അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയുമാണോ വാസ്തവം? അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയില്ല പടച്ചോനുണ്ട്, ഞാൻ പടച്ചോനുണ്ട്, ആരാ നിങ്ങളുടെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ആ പടച്ചോനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത്. കാരണം ഈ 2 പാസഞ്ചേഴ്സും അവരെ കുടുംബസമേതം, കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ്. ഇവരടക്കാണ് പിടിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം, നിങ്ങളൊന്ന് വിലയിരുത്ത്. ഈ പറഞ്ഞ ADGP പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ച് വളരെ സത്യസന്ധമായി 20% റിവാർഡ് കിട്ടുന്നത് പോലും ഒഴിവാക്കി പോലീസ് എന്താ പറയുക രാജ്യസ്നേഹം കാണിച്ച് കേസങ്ങനെ പിടിച്ചോണ്ടിരിക്കല്ലേ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ പരാതി ചവറ്റുകൊട്ടയിലല്ലേ പോകൂ എന്ന് PV അൻവർ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ 2 അടി കൂടുതൽ കിട്ടും. പാർട്ടി പ്രവർത്തകരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഇനി പ്രതീക്ഷ കോടതിയിലാണെന്നും അൻവർ പറഞ്ഞു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? P ശശിയും ഞാനും 10-40 വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് P ശശിയെക്കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല. പ്രഥമ ദൃഷ്ടിയാൽ ഇതിലൊരു കഴമ്പുമില്ല അൻവർ തന്ന പരാതിയിൽ. പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്താ ഒരു പരാതി ചെയ്യുക? നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ പാർട്ടി ലൈനിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അന്ന് തൊട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത്. അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കടയിലെ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ 2 അടി കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട്. ഇതിന്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. CPM-ൽ നേതാക്കൾക്ക് മിണ്ടാൻ പറ്റാത്ത നിലയാണെന്ന് PV അൻവർ MLA. പാർട്ടി സെക്രട്ടറിക്ക് പോലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. MV ഗോവിന്ദൻ മനസ്സുകൊണ്ടല്ല പലതും പറഞ്ഞത്, അദ്ദേഹത്തിന്റെ നിവർത്തികേട് കൊണ്ടാണെന്നും അൻവർ പറഞ്ഞു. പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ. മനസ്സുകൊണ്ടല്ലല്ലോ പറഞ്ഞത്, നിവൃത്തികേട് കൊണ്ട് പറയാം അല്ലേ? ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ? ഇവരുടെ അടിമത്തത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം. പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല. അതാണ് പാർട്ടി ലൈൻ. ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം, എന്ത് സ്വജനപക്ഷവും വാദവും നടത്താം, ഒരാളും ചോദിക്കാൻ പാടില്ല. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർക്ക് ഉത്തരം പറയണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി PV അൻവർ. തന്നെ കള്ളനാക്കിയും ഭീഷണിപ്പെടുത്തിയും വായടപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. തനിക്കെതിരെ ഗവർണറുടെ കത്ത് ലഭിച്ചെന്ന് പറഞ്ഞു. ഗവർണർ പറഞ്ഞത് തന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാണെന്നും അൻവർ പറഞ്ഞു. ഞാൻ പണ്ട് പറഞ്ഞത് എന്റെ പിതാവിനെ പോലെയാണ് ഞാൻ. ഇങ്ങനെ ഒരു കുടുംബവഞ്ചനായി നമ്മൾ ചെയ്യും. ആ മക്കൾ തള്ളിപ്പറയും, അതാണ് അവൻ കോൺഗ്രസ് വന്നാണ്, ആ സംസ്കാരം എനിക്കൊരു പ്രശ്നമില്ല, ഇങ്ങനെ ആയിരുന്നില്ല ഉന്നയിക്കേണ്ടത്, ഓക്കെ കറക്റ്റാണ്, പാർട്ടി സംവിധാനം അതല്ല, അതൊക്കെ നമുക്ക് കേൾക്കാം. അവന് കുറച്ച് മൂപ്പധികാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കും, നമുക്ക് പ്രശ്നമില്ല. കള്ളനാണ് അല്ലല്ലല്ലല്ലല്ല, കള്ളനാക്കാൻ നോക്കിയാൽ പിന്നെന്താണ് ഭീഷണിപ്പെടുത്തുക? എന്താ ഭീഷണി? ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി,
അല്ലേ? അല്ല ഒരു മിനിറ്റ് ഞാൻ തരാം. ഐ വിൽ ഗിവ് യു ടൈം. നേരം വിളിക്കുന്നവരെ ഇരിക്കാം. ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ. ആ കത്തിന്റെ വിവരം നേരം എനിക്ക് കിട്ടി. അതിൽ ഗവർണർ അൻവറിനെ പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത്, ഗവർണർ അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തലിനെ കുറിച്ചാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി. മനസ്സിലായോ? അത് അങ്ങനെ എല്ലാവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ആ ഒരു കുടുംബത്തിനല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിനാണ്. വർഷക്കണക്കിന് ജയിലിൽ കിടന്ന വാപ്പാരും വെല്ലിപ്പാരുടെ കുടുംബത്തിനാണ്. ആ രക്തമാണ് ഇതിന്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഊമാച്ചി കാണിച്ചിട്ട് അതിനാരും വരണ്ട. ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നതോട്, ഈ ഭൂമിയിൽ PV അൻവർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്കും മുമ്പിൽ ഞാൻ കീഴ്പ്പെടുള്ളൂ. ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. അതിൽ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല. LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന PV അൻവർ. MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് കിട്ടിയ സ്ഥാനങ്ങളൊന്നും കളയില്ല എന്നായിരുന്നു മറുപടി. ഞാൻ പങ്കെടുക്കില്ല. ഞാൻ അതിനെ പങ്കെടുക്കുന്നത്? ഞാൻ പങ്കെടുക്കില്ല. ഞാൻ പാർലമെന്റ് ഹൗസിൽ അങ്ങോട്ട് പോവില്ല. നിയമസഭയിൽ എനിക്ക് ഇരിക്കാലോ. കിട്ടിയതൊന്നും വിടും വിചാരിച്ചിരിക്കില്ല. ഒന്നും വിടില്ല. ഈ 3 അക്ഷരം ജനങ്ങൾ തന്ന അതിന് ആ പൂതി വെച്ച് ആരും നിൽക്കണ്ട. മരിച്ച് വീണ വരെ ഈ 1.25 കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ MLA ആവും. അല്ല, അതിന്റെ അടിയിൽ പറഞ്ഞ സംബന്ധിച്ച ഓക്കെ. അപ്പം MLA രാജിവെക്കും വെച്ചിട്ട് ആരും ആ പൊളി